1841 ഡിസംബർ 8 അദ്ദേഹം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായി ചെല്ലുമ്പോൾ അവിടുത്തെ ദേവാലയ ശുശ്രൂഷി ബർത്തലോമിയോ ഗരേല്ലി എന്ന് പറയുന്ന ഈ ഒരു ബാലനെ ശകാരിക്കുന്നത് കണ്ടപ്പോൾ ഡോൺ ബോസ്കോ ആ ദേവാലയ ശുശ്രൂഷയോട് ചോദിച്ചു, എന്താണ് കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവൻ ഇവിടെ കുർബാന കൂടാനായിട്ട് സഹായിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുകയാണ്. ഡോൺ ബോസ്കോ അവനെ അടുത്ത് വിളിച്ചു, അവനോട് ചോദിച്ചു അവൻ്റെ പേരെന്താണ്. അതിനുള്ള മറുപടി അവൻ പറഞ്ഞു, ബർത്തലോമിയോ. അവന് മാതാപിതാക്കളുണ്ടോ? ഇല്ല. അവൻ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ മറുപടികളും ഇല്ല ഇല്ല എന്നുള്ള മറുപടി കേട്ടപ്പോൾ ഡോൺ ബോസ്കോ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ചൂളം വിളിക്കാൻ അറിയാവോ? അവൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അതെനിക്കറിയാം. ഡോൺ ബോസ്കോ അവനോട് ചൂളം വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഡോൺ ബോസ്കോയും അവൻ്റെ കൂടെ കൂടി. ആ ഒരു സൗഹൃദത്തിൽ നിന്നാണ് ആദ്യത്തെ ഭവനം അനാഥനായ ബർത്തലോമിയോ ഗരേല്ലിക്ക് വേണ്ടിയിട്ട് ആദ്യം ആരംഭിക്കുന്നത്. അതിനെ തുടർന്ന് തെരുവിലുള്ള കുറേയേറെ കുട്ടികളെ ഡോൺ ബോസ്കോ അവിടെ കൊണ്ടുവന്നു. അത് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടം. ഒത്തിരിയേറെ യുവജനങ്ങൾ ടൂറിൻ നഗരത്തിൽ ജോലി അന്വേഷിച്ച് വരുന്ന ഒരു സമയം. ഈ കുട്ടികളുടെയൊക്കെ ആത്മീയ കാര്യങ്ങളിൽ അവരെ സഹായിക്കാനും അവരോടൊപ്പമായിരിക്കാനും ഡോൺ ബോസ്കോ പ്രത്യേകമായിട്ട് ആഗ്രഹിച്ചു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു ഈ ഡോൺ ബോസ്കോ ആരംഭിച്ച ആദ്യത്തെ ഓറട്ടറി. അവിടെ കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം കളിക്കാനായിട്ട് ചെലവഴിക്കുക, കളിയുടെ അവസാനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് അവരെ ഒരുമിച്ച് ചേർക്കുക. ആ ഒരു മാർഗത്തിലൂടെയാണ് ഡോൺ ബോസ്കോ ഈ കുട്ടികളെയും യുവജനങ്ങളെയും നേടിയെടുത്തത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പിന്നീട് 1858 ഡോൺ ബോസ്കോ സ്വന്തമായി ഒരു കോൺഗ്രിഗേഷൻ ആരംഭിച്ചാൽ എന്താണ് എന്ന ഒരു ചിന്തയിലേക്ക് മാറി വരുന്നത്. അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് മൈക്കിൾ റൂവ, കലിയേരോ എന്നീ സുഹൃത്തുക്കളും കൂടി ചേർന്നപ്പോൾ ആ ഒരു പ്രസ്ഥാനം സലേഷ്യൻ സഭാ സമൂഹമായിട്ട് വളർന്നു വരുന്നതിൻ്റെ ആദ്യത്തെ നടപടികൾ ആരംഭിക്കുകയായിരുന്നു. കുട്ടികളെ നിങ്ങൾ സ്നേഹിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് കൂടി ബോധ്യം വരുന്ന രീതിയിൽ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. എങ്കിൽ മാത്രമാണ് നിങ്ങളെ അവർ സ്നേഹിക്കുകയുള്ളൂ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലേക്ക് അവർക്ക് താല്പര്യമുണ്ടാവുകയുള്ളൂ. ഇതായിരുന്നു ഡോൺ ബോസ്കോ തുടക്കം മുതലേ നിർബന്ധത്തോടുകൂടെ തൻ്റെ സ്ഥാപനങ്ങളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്. വലിയ ആത്മീയ ദർശനമൊന്നും ആ കാലഘട്ടത്തിൽ ഈ കുട്ടികൾക്ക് ഡോൺ ബോസ്കോ നൽകിയിട്ടില്ല. ആ കുട്ടികളുടെ കൂടെ ആയിരിക്കാൻ സമയം കണ്ടെത്തുക. അവരുടെ കൂടെ നാം ആയിരിക്കുകയാണെങ്കിൽ അവരൊരിക്കലും തെറ്റിലേക്ക് വീഴുകയില്ല എന്ന നല്ല ബോധ്യം ഡോൺ ബോസ്കോയ്ക്കും ആ സ്ഥാപക പിതാക്കന്മാർക്കും ഉണ്ടായതിൻ്റെ പേരിൽ ആ മിനിസ്ട്രി ഓഫ് പ്രസൻസ്, അവരുടെ കൂടെ ആയിരിക്കുന്ന ആ ഒരു മിനിസ്ട്രിയിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധ നൽകുകയായിരുന്നു. അതാണ് ഡോൺ ബോസ്കോയുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിച്ചത്. അവരെ സ്വതന്ത്രമായിട്ട് കളിക്കാൻ അനുവദിക്കുക, അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് അവരുടെ കൂടെ ആയിരിക്കുക, അവരെ അനാഥരായി വിടാതെ സനാഥരായി അവരുടെ കൂടെ എപ്പോഴും കളിക്കാനും അവരുടെ വിശ്രമവേളകളിൽ അവരെ നയിക്കാനും അവരുടെ കൂടെ പ്രാർത്ഥിക്കാനും അവരുടെ കൂടെ ഭക്ഷിക്കാനും സമയം കണ്ടെത്തുന്ന ആ ഒരു മിനിസ്ട്രി അദ്ദേഹം കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തപ്പോൾ അത് ഏറെ സ്വീകാര്യതയോടുകൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് നാം ഇന്ന് അറിയുന്നുണ്ട്. ഡോൺ ബോസ്കോയുടെ ആത്മീയതയിൽ ഫ്രാൻസിസ് ഡി സാലസ് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് ഡി സാലസിൻ്റെ അഭിപ്രായത്തിൽ വിശുദ്ധനാവുക എന്ന് പറഞ്ഞാൽ അസാധ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ രക്തസാക്ഷിത്വം വരിച്ചതുകൊണ്ടോ അല്ല നീ വിശുദ്ധനായി തീരേണ്ടത്. സാധാരണ കാര്യങ്ങൾ തന്നെ ഒരു അസാധാരണമായിട്ടുള്ള നിയോഗത്തോടുകൂടെ ചെയ്യാൻ നീ തയ്യാറായാൽ നിനക്ക് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും.
സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നതാണ് വിശുദ്ധി എന്ന് അദ്ദേഹം പഠിപ്പിച്ചു.